സൈനാപ്ലേയിൽ കൊറോണ ധവാൻ, കുടുക്ക്, പെൻഡുലം, ഉടൽ എന്നീ സിനിമകൾക്ക് ശേഷം സുരാജ് വെഞ്ഞാറമൂട്, ധ്യാൻ ശ്രീനിവാസൻ, ഇന്ദ്രൻസ്, മനോജ് കെ ജയൻ എന്നിവർ അഭിനയിക്കുന്ന ഹിഗ്ഗിറ്റ സൈനാപ്ലേയിൽ. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ചേച്ചി കലിപ്പില്ലേ? എന്ത് കലിപ്പ് ചേച്ചി? ഉണ്ടാക്കടാ. ശരിക്കും കലിപ്പില്ലല്ലേ? ഈ ശുക്കൂർ തലമ്പാക്കാനായിട്ട് ചേച്ചി എന്ത് പണികൾ കാണിച്ചു? ഞങ്ങളല്ല, എന്റെ വല്യപ്പ കാണിച്ചു. എന്ത്? എന്റെ തങ്കക്കുടം പോലത്തെ വല്യപ്പ കണ്ട? എന്താ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്റെ വല്യപ്പനെ ഈ പേടിച്ചാൽ മതി, ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അല്ലേ കുട്ടി? ആ എന്ത് കൊടുക്കണേ? ദിവസങ്ങൾ എണ്ണി എണ്ണി ഞാനിങ്ങനെ ജീവിക്കാണു, ലോകമുള്ളിൽ ഞാനിങ്ങനെ ജീവിക്കാണു, കെട്ടിമല കോട്ടയ്ക്കുള്ളിൽ ഞാനിങ്ങനെ ജീവിക്കാണു. ഉത്തരം പറ, ഉത്തരം പറ. ഉത്തരൊക്കെ ഞാൻ പറഞ്ഞുതരാടാ. എല്ലാരും കേറിയിരുന്നേ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ചേച്ചി കുഴപ്പമില്ലെന്ന്. എന്റെ പേരൊന്നും പിടിച്ചില്ല. മാറിയിരുന്നേ. ഇവിടെ ആർക്കും സീറ്റൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ദേവി ഇല്ലേ? അറിയില്ലേ? അല്ല, വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല ഇവിടെ. അതെ, ഇന്നലെ ഇവിടെ നടന്ന നിങ്ങളെല്ലാരും കണ്ടല്ലേ? ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് നിങ്ങൾ എല്ലാരും കൂടെ മിഠായിന്റെ പുറകെ പോയില്ലേ? എന്റെ പൊന്നേച്ചേ, അതില് ചേച്ചിക്ക് വരാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുറച്ചുണ്ടായിരുന്നുള്ളൂ. സുപ്രാന്റെ മിഠായിന്റെ കഥയല്ലേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞേ. ഞാനേ ഇനി മുതൽ സ്ട്രിക്റ്റ് ആവാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലത്തെ സ്ട്രിക്റ്റ് ഒന്നല്ല കേട്ടോ, ഇനി ശരിക്കും സ്ട്രിക്റ്റ് ആവാൻ പോവാണ്. ചേച്ചി എന്നാലും കുട്ടിയാണ് എന്ത്? ചേച്ചി ഇവിടെ വന്നിരിക്കും. ഇവിടെ വാ. ഷുക്കൂറെ, ഈ വല്ലാണ്ട് ഓവറാക്കല്ലേ. അന്റെ ഒക്കെ വർത്താനം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ആയത്. ചേച്ചി ചെറുതാണതാ, ചേച്ചിക്കിന്നെ വലിയ കാര്യാ. എങ്ങനെ എങ്ങനെ? ഇതിനുള്ള മറുപടി ഞാൻ പറയണോ അത് നിങ്ങൾ പറയോ? കുൽസു പറയടി. പിന്നെ എന്നെ താങ്കല്ലേ ചേച്ചി എല്ലാത്തിനും കാരണം ഈ സുപ്രന് ഒരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഞങ്ങളാ? പിന്നെ ഞാനാ. ചേച്ചി ഞങ്ങൾ മൂക്കോട്ട് കളിക്കായിരുന്നു. ആ ഒരു കളിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചേച്ചിക്ക് മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, ഞങ്ങളതിനെ കണ്ടുമ്പോൾ മൂപ്പിക്കാൻ നിൽക്കണേ. അതെ, നിങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പറയണ്ട. ശ്രേയ, ഞാൻ എനക്ക് എന്തേലും ഉണ്ടോ? എനിക്ക് എന്റെ അമ്മ വരാത്തൊന്നും പറയല്ലേ ചേച്ചി. എന്റെ അമ്മയ്ക്ക് അപമാനം നേരിട്ടുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ അപമാനം നിന്റെ അമ്മ നേരിട്ടെ? നിങ്ങളെല്ലാരും പാടി ഇൻസ്റ്റാചാർന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? എന്റെ ഇൻസ്റ്റാചാറും തേങ്ങയൊക്കെ വീട്ടിൽ വെച്ചാൽ മതി കേട്ടാ, ഇവിടേക്ക് ഇറക്കണ്ട. അണക്ക് നാളെ കല്യാണം ഉണ്ടാ? ഇല്ല ചേച്ചി, അവളുടെ അമ്മയ്ക്ക് നാളെ കല്യാണം ഇല്ല. അവളുടെ അമ്മയോട് കൂടി വരാൻ പറയും. അയ്യോ വേണ്ട വേണ്ട, വന്നിടത്തോളൊക്കെ എനിക്ക് മതിയായിണ്ട്. പിന്നെ നിങ്ങളോട് എല്ലാരോടും കൂടി പറയാണ്, ഇതുവരെ ഇവിടെ നടന്ന പോലെ ഇനി ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. മനസ്സിലായോ? അതിനൊക്കെ പറ്റുന്നുള്ളവർ മാത്രം ഇനി ഇങ്ങോട്ട് വന്നാ മതി. നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല. ചേച്ചിയെ ചങ്ക കൊള്ളുന്ന വർത്താനം പറയരുത്. ഈ വരണ്ടടാ, ഈ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ വീട്ടിൽ തന്നെ ഇരുന്നോ കേട്ടാ. അത് പറ്റില്ല. ചേച്ചിന്റെ അടുത്ത് ഇപ്പോഴും സ്നേഹ. ചേച്ചി ഞാൻ എന്തായാലും വരും, എനിക്ക് പഠിക്കണം. അപ്പൊ എനിക്കെന്താ പഠിക്കണ്ടേ? ഞാൻ പഠിക്കാൻ പോയേച്ചി. എടാ അപ്പൊ എനിക്ക് പഠിക്കണം പറയണ. ഞാൻ പിന്നെ പഠിക്കരുത്. സുപ്ര, ഈ ഓനെ പഠിപ്പിക്കണ്ട കേട്ടോ, ഒരു പഠിപ്പിക്കലേറെ. ചേച്ചി അതൊന്നും പറഞ്ഞെങ്കിലും പഠിപ്പിക്കാന്താ? ചേച്ചിയെ, എന്റെ അച്ഛൻ ഞാൻ ഒരു പൈലറ്റ് ആവണമെന്ന് വലിയ ആഗ്രഹം. അതിനു വേണ്ടി ഞാൻ മുതൽ പഠിക്കാൻ തുടങ്ങും. ഞാൻ ഡോക്ടറാവും. ശ്രേ, അനക്കെന്താവാൻ ആഗ്രഹം? പോലീസ്. ഈ നാടൊത്ത കല്യാണം കൂടി നടക്കണക്ക് പോലീസാ? അല്ല, അനക്കെന്താവാൻ ആഗ്രഹം? ഇക്കിന്റെ ചേച്ചിയെ പോലെ ചെയ്യാൻ മതിയേ. അല്ലേ ചേച്ചി? എന്തിനി? വെറുതെ ഇരിക്കാനാ? സുപ്ര, എന്തേ? കുൽസോ, എന്താ എന്റെ ആഗ്രഹം? ചേച്ചിക്ക് ഇവിടുത്തെ മിഷൻ തന്നാ മതി, ഞാൻ ഒരു മുക്കിലിട്ട് നടിച്ചോണ്ട്. ആ, നല്ല ആഗ്രഹം കേട്ടാ. എനിക്ക് റോക്കറ്റ് ഇടാൻ ചേച്ചി ഇഷ്ടം. പൂരപ്പറമ്പിലിരുന്നിട്ടാ? അല്ലടാ, ശാസ്ത്രജ്ഞൻ. അപ്പൊ ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും ഡോക്ടറൊക്കെ പുസ്തകം എടുത്താ? ആരെങ്കിലും ഈ പാവം ഡോക്ടറിന് ഒരു ബുക്ക് തരണം. ഡോക്ടർ ബുക്കൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് വന്നു കിട്ടിയില്ലേ? അതെ, ഉപ്പ് സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ട് എല്ലാരും. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് അത് പഠിക്കാം. ചേച്ചി ടീച്ചർ എടുത്തതാ? സ്കൂളിൽ എടുത്തതാ? അപ്പൊ എല്ലാവർക്കും അറിയാലോ. നോട്ട്ബുക്ക് എടുത്തേ. ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് 1/2 പേജ് കവിയാണ്ട് ഒരു എസ് എഴുതിയേ. അതെന്താ എസ്സേ?
എസ് എന്ന് വെച്ചാൽ ലഘു വിവരണം. ചേച്ചി അരപ്പേജ് കഴിഞ്ഞ കുഴപ്പമുണ്ടോ? ഈ ആദ്യം എഴുത്, എന്നിട്ട് അരപ്പേജ് കവിയുണ്ടോന്നു. വെറും കവിയും. എൻ്റെ വിജി ഇതൊന്ന് കേക്ക് നിങ്ങളും കേട്ടോളി. എൻ്റെ മോളെ അമൃതയുടെ അടുത്തൊന്നും ട്യൂഷന് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. 10ന്റെ പൈസ ഓൾക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഓളെടുത്ത് വിട്ടത്. അനക്ക് അറിഞ്ഞൂടെ എവിടെയൊന്നും ട്യൂഷന് വിടേണ്ട കുട്ടിയല്ല എന്നുള്ളത്. ഞാൻ അവളെ ഇൻസ്റ്റാ സ്റ്റാർ ആക്കാൻ വെച്ചിരിക്കുക. പിന്നെ എവിടെയൊക്കെ വിടുവോ? ഇനി എന്റെ മോളെയാണ് നിങ്ങളെല്ലാരും കൂടി ആൾക്കാരായിട്ട് നാണം കെടുത്തി. ആര് നാണം കെടുത്തി? എന്താ ഈ പറയണ്? ഞങ്ങൾ അങ്ങനെ പറയോ? അവിടെ എന്റെ മോൻ എന്തൊക്കെ ഒന്ന് പറഞ്ഞേ. എന്റെ കുട്ടി ഒരു പച്ചപ്പാവാ. കാര്യത്തിന് പഠിക്കാൻ പിന്നാക്കാണെങ്കിലും സ്കൂള് വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്, അല്ലാതെ ഒരു ചിന്തയില്ല. അവൻ എന്തൊക്കെ ഒന്ന് പറഞ്ഞേ. പിന്നെ ഞാനെന്താ പറയാ, എല്ലാരും കൂടി അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അവിടെ. എല്ലാരും അവിടെ ഒരു അലുക്കുലത്ത് വല്യാപ്പി, ഒരു ഗൾഫുകാരനും. അയാളൊരു മുട്ടായി. നമ്മളാരും മുട്ടായി കാണാത്തവരാ. അയാളെ വർത്താനം കേട്ടാ വിചാരിക്കും നമ്മളാരും മിഠായി കണ്ടിട്ടില്ല. എന്താ അയാളുടെ ഒരു ജാട? അതിന്റെ ഇടയിൽ ഒരു വല്യാപ്പ വന്നിട്ട് ഒരു വരയും. അരപ്പേജ് കവിച്ചിട്ടാ. അമൃതേ, വീട്ടിൽ നിന്നിട്ടൊരു പണിക്ക് സമ്മതിക്കില്ലേ? ഞാൻ ഉണ്ടെങ്കിലേ നിക്കുള്ളൂ. ഉമ്മ പറഞ്ഞാൻ കേട്ടാ. ഈ ശുക്രമാമൻ അടുത്ത് പോയിരുന്നു. ചെല്ല്. എന്താണ് ശുക്കൂർ മാമ? എടി അറിഞ്ഞോ, അഷ്റഫിന് വരെ കല്യാണം റെഡിയായി. ആണോ? എന്നാ കല്യാണം? ഈ മാസം 26-ാം തീയതി. എത്ര? ഓനൊരു പണിയൊന്നുമില്ല അല്ലേ? അതുകൊണ്ട് കല്യാണം ശരിയായി. എന്നാ ഞാൻ എല്ലാം കിട്ടുന്ന ഇങ്ങോട്ട് കാണാണ്ട് പോയിക്കോട്ടാ. അണക്ക് ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് അറിയോ? ഇക്കറിയണ ഉപ്പ് സത്യാഗ്രഹം അല്ല, അണക്കറിയാം. ഉമ്മ എങ്ങട്ടാ? ഇല്ലടാ, ഞാൻ ഇവിടെ തന്നെ എങ്ങോട്ടും പോണില്ലേട്ടാ. ഞാൻ ഇവിടെ തന്നെ എങ്ങോട്ടും പോണില്ലേ. എന്താ പറഞ്ഞേ? നിങ്ങൾ അവനെ കൊണ്ടുപോയിക്കോളൂ. ഇവിടെ നിന്ന് എന്റെ ക്ലാസ് നടക്കൂല. ഇല്ലടി, 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. വീട്ടിലിരുന്നാ ഒന്നും പഠിക്കൂല. ഇവിടെ വേണ്ട അക്ഷരം പഠിക്കെങ്കിലും ചെയ്യല്ലോ. അവിടെ ഇരുന്നോളൂ. നാച്ചിട്ടാ, അമ്മ അപ്പുറത്തുണ്ടേ, അമ്മനെ കണ്ട അപ്പുറത്തുണ്ടേ. ഇവിടെ ഇരിക്കണേ. നല്ല കുട്ടിയായിട്ട് കറിയെടുത്തിട്ടാ അമ്മ ഇപ്പൊ വരെ. ഇജ്ജിനെ പേടിക്കണേ? ഇജ്ജിനാണല്ലേ നമ്മൾ എന്തോന്നാലും സ്ട്രോങ് ആയിരിക്കണം ഇന്ന പോലെ. നീ കരയാൻ പാടില്ലട്ടാ. ഡ്രൈയെ എഴുതി കഴിഞ്ഞാ? കുറെ നേരമായാലും എല്ലാരും തുടങ്ങിയിട്ട്. സമയം കഴിയാനായിട്ടാ. ഉത്സവം നോക്കി കണ്ട എഴുതിക്ക. ഔട്ടിയെ എന്നോട് ഇനി വേറെ പറയണോ? എഴുത്. കൊണ്ടേക്കോളിട്ടോ അതിനെ. ഇപ്പൊ ഇരുന്ന് വിളിച്ചോ. ദേവരെ ഇരുന്ന് കറി. ഇവനവിടെ നിർത്തി എന്റെ പഠിപ്പിക്കലൊന്നും നടക്കൂല. ബാഗ് ഇങ്ങോട്ട് ഇറങ്ങ്. മദ്രസയിൽ വന്നപ്പോ എന്തായിരുന്നു എന്റെ കരച്ചില്? എന്ത് പിന്നെ ചോദിച്ചു ചിരിച്ചിട്ടാണോ വന്നിരുന്നു? ഒന്ന് പോടി. ഈ മദ്രസയിൽ ഉസ്താദിനെ തള്ളിയിട്ട് ഞാൻ പറയട്ടെ ഇവിടെ. പറഞ്ഞോ? അങ്ങനെ സ്കൂളിൽ പാവാടയിൽ മുള്ളിയാതെ ഞാൻ പറയും. ആ കഥയ്ക്കറിയാം, ഞാൻ പറയട്ടെ. ഈ സ്കൂളിൽ മതിലടിയത് ഞാനും പറയും. ഈ സൂപ്പർനമ്പാട രാജപ്പന്റെ കടയിൽ നിന്ന് മിഠായി അടിച്ചു മാറ്റിയ കഥ ഞാനും പറയും. ഓളാതൊന്നുമില്ല, എന്റെ ഒരു കഥ പറയട്ടെ. അല്ല അണക്ക് അതൊന്നുമില്ലേ? അതന്നെ കണ്ടാ റേജിൽ കഥ ഇല്ലാത്തോളാന്ന്. കൊറേ നേരമായാലും നിങ്ങൾ എല്ലാരും കഥ പറച്ചില്. എന്നോട് എഴുതാനില്ലടാ പറഞ്ഞേ. ചേച്ചിയുടെ ഒരു കഥ നമുക്ക് അറിയാട്ടാ. നിന്റെ എന്ത് കഥ അറിയാന്ന്? ആ ബുക്ക് ഇങ്ങോട്ട് തന്നാ. ചേച്ചി പകുതിക്ക് വെച്ചു അങ്ങനെ ഫുൾ ചെയ്തട്ടെ. എവിടെ എങ്ങണ്ടാണ്ടോ? ഒരു മൈൻഡില്ലേ കണ്ടപ്പോള്. ഇന്നലെ എന്തായിരുന്നു അവിടെ വർത്താനം എല്ലാരും കൂടിയിട്ട്. എന്റെ കുട്ടീനെ കുറ്റാക്കി എല്ലാരും. ഓള് ഓരോ വരവ് ക്ലാസ് ആയിട്ടുണ്ട് വരും. ഉപ്പില്ലെങ്കിൽ ഉപ്പ്, മുളകില്ലെങ്കിൽ മുളക്, എന്തൊക്കെ സാധനം കൊടുത്തിട്ടുണ്ട്. അതിന്റെ നന്ദി കാണിച്ചവള് ഇന്നലെ അവിടെ. കേട്ടല്ലേ? ഇനി ജമ്മ ഉണ്ടെങ്കിൽ ഞാൻ അവളോട് മിണ്ടില്ല. നോക്കിക്കോട്ടാ. ഇങ്ങനൊന്നും പറയല്ലേ വിജയ്. എന്റെ അടുത്തിരിക്കേണ്ട ആൾക്കാരല്ലേ. ഇവരെ കേട്ടൊക്കെ തെറ്റാൻ നിന്നാലോ. ഇവളുണ്ടായിരുന്നല്ലോ അവിടെ. ഇവൾക്കൊരു കുഴപ്പമില്ലല്ലോ. അവളെന്തിനാ അതൊക്കെ മനസ്സ് വെച്ചോണ്ടിരിക്കണ്? അതിനൊക്കെ ഇവിടെ ബിനി എന്തുണ്ടായാലും പിറ്റേ ദിവസം വിജയെന്ന് വിളിച്ചിട്ടൊരു വരവുണ്ട്. അതോടെ ഞങ്ങളുടെ പ്രശ്നം തീർന്ന് അല്ലേ വിനിയെ? എന്തേ ചെക്കനെ പറഞ്ഞേക്കണ്ട. ഇല്ല, അവനവിടെ ഇരുന്ന് പഠിക്കട്ടെ. എടാ സുപ്ര, ചേച്ചി പറയണൊക്കെ നല്ലോണം കേട്ട് പഠിക്കട്ടാ. നമ്മുടെ കുട്ടീനെ പോലീസാക്കാനുള്ളതാ. സുപ്ര, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പോലീസായാൽ മതിന്ന്. പോലീസായിട്ട് വേണം നമ്മുടെ കുറച്ചുപേരെയൊക്കെ ഒന്ന് മാറ്റാൻ. ചെക്കനവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ. അമ്മ അപ്പുറത്ത് ബാക്കിലുണ്ടോ? ചേച്ചിയുടെ കുട്ടി കരയുണ്ടാവാ. നീക്ക് ഇവിടെ കയറി പൈലറ്റ് ആവാ. അമ്മയുടെ അടുത്ത് പറയാട്ടോ. ഇവരെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ ഓടിച്ചെടുക്കണ്ടാവും. എന്നിട്ട് ഇവിടെ കിടന്ന് കരയുന്നു. ഒരു പോലീസ് ഓളുടെ മോനെ പോലീസ് ആക്കുകയാണെങ്കിൽ നിന്റെ മോനെ ഞാൻ കള്ളനാക്കും. നോക്കിക്കോ. എന്നിട്ട് ഓളുടെ മോൻ സൂപ്പർ ഉണ്ടല്ലോ. എന്റെ മോനെ പിടിച്ചാ കിട്ടാണ്ട് ഇങ്ങനെ നടക്കണം. അത് ഞാൻ ശരിയാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറെ നേരമായാലും എഴുതാൻ തുടങ്ങിയിട്ട്. നിർത്തിക്കോട്ടോ. മതിയേ? ഞാൻ അപ്പൂന്റെ നോക്കുമ്പോഴത്തേക്ക് എഴുതിക്കോട്ടോ. അരപ്പേജ് കവിയാണ്ട് എന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ?
നല്ലോണം എഴുതിണ്ടല്ലോ. സയന്റിസ്റ്റ് ആവാൻ തന്നെ തീരുമാനം? പിന്നല്ലേ മതിയേ സുപ്രത? ചേച്ചി സമയം തരില്ല. ഇത് കൊറേ ഉണ്ടല്ലോടാ. ഞാൻ പറഞ്ഞല്ലേ ചരപ്പേജ് കഴിയുന്നു. വായിച്ചോക്കട്ടെ. എന്നെ വായിച്ചേ? അതെ, സുപ്രന എഴുതിയവൻ വായിക്കണ്ട്. എല്ലാരും കേട്ടോട്ടാ. ഇത് വായിക്കുവാണോ? ഉപ്പ് സത്യാഗ്രഹം ചെയ്ത ഗാന്ധിജിയെ സമ്മതിക്കണം. അത് ശരിയാ. പകുതിക്ക് ആ കള്ളപ്പന്നികൾ പിടിച്ചു വെച്ചു. ഗാന്ധിജി പറഞ്ഞു, എന്ത്? ഞാൻ എന്റെ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഞാൻ ഒരു തരി ഉപ്പെടുത്തിട്ടേ പോകൂ. അത് മാസം. അവർ പറഞ്ഞു, എന്നാ നീ എടുക്കടാ. ഗാന്ധിജി ഉപ്പെടുത്ത് നാട്ടിലേക്ക് പോയി. അവരുടെ തലവൻ വന്നി ഗാന്ധിജിയെ കൊന്നു. എന്തായാലും സ്വാതന്ത്ര്യം തന്നിട്ടാണ് ഗാന്ധിജി പോയത്. അത് നന്നായി. പാവം ഗാന്ധിജി. സ്വാതന്ത്ര്യം തന്നിട്ട് ചിലരാരും മൈൻഡാക്കുന്നില്ല. പാവം ഗാന്ധിജി. ഇദ്ദേഹത്തെ ഒന്ന് ഓർക്കുക. ഗാന്ധിജിക്ക് എന്റെ വക ആശംസകൾ. മതി. ബാക്കി വായിക്കണ്ടേ? ഇതെന്താണ്? പഠിച്ചിട്ട് എഴുതിയാ മതിട്ടാ. കുൽസോ? എന്റെ പൊന്നേച്ചി, ആ പാവം ഗാന്ധിജി, ആ പാവം കുറച്ച് കൂട്ടുകാരും കൂടിയിട്ട് കുറച്ച് കടല വറുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിന് വേണ്ടിയിട്ട് തെണ്ടി കടപ്പുറത്തേക്കൊന്ന് പോയതാ. അപ്പുണ്ടല്ലോ ചേച്ചി, ആ ദുഷ്ടന്മാരായ ബ്രിട്ടീഷുകാർ നമ്മളെ ഗാന്ധിജീനെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗാന്ധിജി എന്താ ചെയ്തെന്നറിയോ? ആ മതി, നിർത്തിക്കാം. ഇതാണ് സ്കൂളിൽ പഠിപ്പിച്ചേ. നീ മാവട്ടി വായിച്ച? ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം ഗാന്ധിയെ കുറിച്ച് അറിയണം. ഗാന്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യയെ കുറിച്ച് അറിയണം. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഇരിക്കടാ. ഈ ആരാ, മമ്മൂട്ടിയോ? ഇതൊക്കെ എന്താണ്? പഠിച്ചല്ലേ എഴുതാൻ പറഞ്ഞേ? എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കണം. ഗാന്ധിജിയും ചെങ്ങായുമാരും കൂടിക്കൂടി കടപ്പുറത്തേക്ക് പോകുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ പൊന്നാര ബീബികളെ, നിങ്ങളിത് കേൾക്കണം. ഗാന്ധിജി തിരമാലകൾ എണ്ണി നടക്കായിരുന്നു. നടക്കുമ്പോഴാണ് അതുണ്ടായത്. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അവിടെ എന്റെ ഒരു വയലു പറയല് കേട്ടിട്ട് ശീലായി. എന്ത് ചെയ്യാ? ശ്രേയ വായിച്ച? ഗാന്ധിജിയും പിള്ളേരും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോയി. ആ യാത്രയുടെ ഒടുവിൽ ഇന്ത്യക്ക് ലഭിച്ചതാണ് ഉപ്പ് സത്യാഗ്രഹം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സ്കൂളിൽ പോകണം. പോകാത്തത് കാരണം ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് അറിയില്ല. അന്ന് കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം ഇല്ലാത്തൊരു ദിവസം ഉണ്ട് എനിക്ക്. ഇതാണോ നിങ്ങൾ എല്ലാരും കൂടെ പഠിച്ചിട്ടുണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഒരെണ്ണത്തിന് ഉപ്പ് സത്യാഗ്രഹം എന്താന്ന് അറിയില്ല അല്ലേ? അതൊക്കെ തന്നെയല്ലേ ചേച്ചി. എന്തായിരുന്നു? പഠിച്ചിട്ടുണ്ട്, എടുക്കുന്നുണ്ട്, എടുക്കണ്ട. ഇവനാ അന്ന് പോയതല്ലേ? എവിടെന്നോ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാ വന്നിരിക്കണത്. ഓ, ആകെ